CH ഒരു വലിയ റിഫോമിസ്റ്റായി. നമ്മുടെ ഈ സംസ്ഥാനത്തിൻ്റെ ഒരു ഭാഗ്യം എന്ന് പറയുന്നത് ഇവിടെ അനവധി റിഫോമിസ്റ്റുകൾ, അനവധി പരിഷ്കർത്താക്കൾ ഉണ്ടായിട്ടുണ്ട്. ശ്രീനാരായണ ഗുരു നമുക്കറിയാം, ഒരു കാലഘട്ടത്തിൽ സ്വന്തം സമുദായത്തെ ബോധവൽക്കരിക്കാനും അതുപോലെ തന്നെ അന്നത്തെ വലിയ അനീതികൾക്കെതിരായി പോരാടി മനുഷ്യരൊക്കെ തുല്യരാണ് എന്ന് പറഞ്ഞ് ജനങ്ങളെ ബോധ്യപ്പെടുത്താനും അങ്ങനെ എഴുതാനും പഠിപ്പിക്കാനും അതിലൂടെ പ്രഭാഷണം നടത്താനും ഒക്കെ അതാണ് ആ ദൗത്യം. ആ ദൗത്യം ഏറ്റെടുത്ത് കേരളത്തിൽ വലിയ പ്രവർത്തനങ്ങൾ നടത്തിയ ഒരു മഹൽ വ്യക്തിയായിരുന്നു. അനവധി വലിയ പരിഷ്കർത്താക്കൾ അങ്ങനെയുണ്ട്. ഞാൻ ഏതാനും പേരുകൾ പറഞ്ഞു എന്ന് മാത്രം. ശ്രീമന്ത് പത്മനാഭൻ അതുപോലെ, അദ്ദേഹവും അതുപോലെയാണ്. അതുപോലെ CH സത്യത്തിൽ പോരാടിയത് ആരോടുമല്ല. CH പോരാടിയത് അക്ഷര വിരോധികളോടാണ്. സ്വന്തം സമുദായത്തെയും അതുപോലെ തന്നെ പിന്നോക്ക ജനവിഭാഗങ്ങൾ എല്ലാതരം അവശത അനുഭവിക്കുന്ന ബോധവൽക്കരണം ആവശ്യമുള്ള അങ്ങനെയുള്ള ജനതയെ ആ കാലത്ത് അവരെ കൈപിടിച്ച് മേലോട്ട് കൊണ്ടുവരാൻ വേണ്ടി എന്താ ചെയ്യുന്നത്? അവരെ പരിഷ്കരിച്ച് അഭ്യസ്തവിദ്യരാക്കി പൊതുസമൂഹത്തിന് കൊടുക്കുകയാണ്. മുഖ്യധാരയിൽ നിർത്താൻ നോക്കുകയാണ്. മുഖ്യധാരയിൽ നിന്ന് അല്ലെങ്കിൽ അവർ വഴിതെറ്റി പോകും. ഇന്നും ആ പ്രശ്നം സമൂഹത്തെ തുടിച്ചു നോക്കുന്നുണ്ട്. ജനങ്ങൾ വഴി തെറ്റാതെ, വിഭാഗീയതയിലേക്ക് പോവാതെ, വർഗീയതയിലേക്ക് പോവാതെ, തീവ്രവാദത്തിലേക്ക് പോവാതെ നോക്കേണ്ടത് പൊതുസമൂഹത്തിന്റെ കടമയാണ്. അങ്ങനെ അക്ഷര വിരോധികളോട് അതുപോലെ തന്നെ സമൂഹത്തെ തെറ്റിദ്ധരിപ്പിച്ച് എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ നോക്കിയവരോട് പോരാടിയ ഒരുപാട് മൂവ്മെന്റ്സ്, ചരിത്രങ്ങൾ നമ്മുടെ സ്റ്റേറ്റിലുണ്ട്. അത് ഒരു തരത്തിൽ അല്ലെങ്കിൽ വേറൊരു തരത്തിൽ പഴയ കാലത്ത് റിഫോമിസ്റ്റുകളൊക്കെ ചെയ്തത്, പൊളിറ്റിക്കലായിട്ട് ചെയ്തത്, അല്ലാതെ ചെയ്തത്, എഡ്യൂക്കേഷനിലായിട്ട് ചെയ്തതും ഒക്കെ ആ കൂട്ടത്തിൽ CH മുഹമ്മദ് കോയ തല ഉയർത്തി നിൽക്കുന്ന ഏറ്റവും വലിയ റിഫോമിസ്റ്റാണ്. ആ നേതാവിനെ കുറിച്ച് ഈ ചെയർ തീർച്ചയായും പുതിയ തലമുറ പഠിക്കണം. എന്നത് കൂടുതൽ പ്രസക്തമായിരിക്കുകയാണ്. ഇന്നത്തെ സമൂഹത്തിന് ഈ കാര്യങ്ങൾ കൂടുതൽ പ്രസക്തമായിരിക്കുകയാണ്. നമുക്കറിയാം, ഇന്നിപ്പോ നമ്മുടെ ഇന്ത്യ രാജ്യത്ത് ഇവിടുത്തെ പൊതുസമൂഹം ആഗ്രഹിക്കുന്നത് ഇവിടെ എല്ലാ ജനവിഭാഗങ്ങളും ഒരുമിച്ച് നിന്നുകൊണ്ട് സാമുദായിക സൗഹാർദ്ദം നിലനിർത്തിക്കൊണ്ട് ഒരു തരം വിഭാഗീയതയും വർഗീയതയും തീവ്രവാദവും ബാക്കിയുള്ളതും ഒന്നുമില്ലാതെ ഈ രാജ്യം പുരോഗതി പ്രാപിക്കണം എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ യൂണിവേഴ്സിറ്റികൾ അതുപോലെ തന്നെ വിദ്യാലയങ്ങൾ ഇന്ന് പുരോഗതി ആഗ്രഹിക്കുന്ന എല്ലാവരും ചെയ്യേണ്ട ഒരു വിഷയം എന്ന് പറയുന്നത് ഹിസ്റ്ററി, ചരിത്രം പഠിക്കുകയാണ്. ചരിത്രത്തിൽ എന്ത് സംഭവിച്ചു എന്ന് നോക്കുകയാണ്. അങ്ങനെ നോക്കുമ്പോഴാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ മഹൽ വ്യക്തികളൊക്കെ നമ്മുടെ സമൂഹത്തിന് നൽകിയിട്ടുള്ള സംഭാവന പ്രസക്തമാകുന്നത്. ഇനിയിപ്പോൾ നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ലോകം പോകുന്നത് ഒരു റൂട്ടിൽ, നമ്മുടെ രാജ്യം പോകുന്നത് വേറെ റൂട്ടിൽ. അങ്ങനെ പറ്റുമോ? അങ്ങനെ പറ്റുകയില്ല. ലോകം പോകുന്ന ഏത് റൂട്ടിലാണ്? ശാസ്ത്രം പുരോഗതി പ്രാപിക്കുകയാണ്. മനുഷ്യൻ ഇപ്പോ അന്യഗ്രഹങ്ങളിലൊക്കെ എന്താ ഉള്ളത് നോക്കുകയാണ്. ഓരോ ദിവസവും വാർത്ത വന്നുകൊണ്ടിരിക്കുക. അന്യഗ്രഹങ്ങളിലൊക്കെ ഉള്ളത് എന്താണ് എന്ന് തപ്പിക്കൊണ്ടിരിക്കുക. അവിടുത്തെ ഭൂമി എങ്ങനെയുണ്ട്, അവിടുത്തെ ഉപരിതലം എങ്ങനെയുണ്ട്, അവിടെ വെള്ളമുണ്ടോ, അവിടെ ജീവനുണ്ടോ, അതിലൊക്കെ പോയി നോക്കാനുള്ള ഉപകരണങ്ങൾ മനുഷ്യൻ നിർമ്മിച്ചു കഴിഞ്ഞു. അതുപോലെ തന്നെ സാങ്കേതിക വിദ്യകൾ എത്തി നിൽക്കുന്ന സ്ഥിതി നമുക്കറിയാം. ഒരു കാലത്ത് ഇപ്പോൾ യൂണിവേഴ്സിറ്റി ഇൻഡസ്ട്രി ലിങ്കേജിനെ കുറിച്ച് നമ്മൾ ശ്രീ ബാബുപോളുണ്ട് അക്കാലത്തൊക്കെ ഏറെ ചർച്ച ചെയ്ത വിഷയമാണത്. ക്യാമ്പസുകളിൽ നിന്നാണ് കണ്ടുപിടുത്തങ്ങളൊക്കെ ഡെവലപ്ഡ് രാജ്യങ്ങളിലൊക്കെ വന്നിട്ടുള്ളത്. അത് നമുക്കും അങ്ങനെ വേണം. അതിനുവേണ്ടി പഴയ ദശകങ്ങളിലൊക്കെ കഴിഞ്ഞുപോയ ഗവൺമെന്റ് കാലത്തൊക്കെ ഒരുപാട് ശ്രമങ്ങൾ നടന്നിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ നമ്മൾ അറിയാതെ അത് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളും അത് അച്ചീവ് ചെയ്തിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് കുട്ടികൾ പഠിക്കുന്നു, അല്ലെങ്കിൽ മറ്റ് പ്രൊഫഷണൽ കോളേജുകളിൽ നിന്ന് പഠിച്ച് അവര് സ്വന്തമായി റിസർച്ച് ചെയ്ത് പുതിയ മേഖലകൾ കണ്ടെത്തുന്നു, സംരംഭങ്ങൾ തുടങ്ങുന്നു. അതിൽ ചിലത് വളർന്നു വലുതാവുന്നു. ലോകത്ത് തന്നെ ഇല്ലാത്ത കാര്യങ്ങളൊക്കെ നമ്മുടെ വിദ്യാർത്ഥി സമൂഹവും അതുപോലെ തന്നെ പുറത്തു കൊണ്ടുവരും.
തിരുവനന്തപുരം ടെക്നോ പാർക്ക് നമുക്കറിയാം, യൂണിവേഴ്സിറ്റി ക്യാമ്പസിനോട് ലിങ്ക് ചെയ്തിരിക്കുകയാണ്. അങ്ങനെ തന്നെ ഉണ്ടാക്കിയതാണ്. അവിടെ ഇപ്പോ ഞാൻ ഇന്നലെ നിയമസഭയിൽ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞു, വിദ്യാർത്ഥികൾ സംരംഭത്തിന്റെ ടേൺ ഓവർ ഇത്രയാണ്. അത് വലിയ സംഖ്യയായിട്ടല്ല, പക്ഷെ വിദ്യാർത്ഥികൾ സ്വന്തമായി തുടങ്ങിയ സ്റ്റാർട്ടപ്സ് സ്വന്തമായി തുടങ്ങിയ സംരംഭങ്ങളുടെ കഴിഞ്ഞ കൊല്ലത്തെ ടേൺ ഓവർ ഇത്രയാണ് എന്ന് പറയാൻ ഭാഗ്യം സിദ്ധിച്ച മന്ത്രിയാണ് ഞാൻ എന്നുള്ള അഭിമാനം എനിക്കപ്പുണ്ട്. അങ്ങനെ ഒരു വർത്തമാനം നമ്മുടെ രാജ്യത്ത് പറയാൻ പറ്റും എന്നുള്ളത് ഞാൻ ഊഹിച്ചിട്ടില്ല. അപ്പോ നമ്മുടെ രാജ്യത്തും മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ രാജ്യത്ത് നമുക്കറിയാം, ഇപ്പോൾ നമ്മൾ പണ്ട് ചിന്തിച്ചിരുന്നത്, ശ്രീ ബാബുപ്പോൾ ഇവിടെ പണ്ട് ചിന്തിച്ചിരുന്നത് പഠിച്ച് പുറത്ത് വന്നിട്ട് ഒരു ക്വാളിഫൈഡ് ആയിട്ട് ഒരു ജോലി നേടണം, അല്ലെങ്കിൽ പുറത്ത് പോകണം. അതിനെ നമ്മൾ ഡ്രെയിൻ എന്ന് പറയുന്നത്. ഇവിടെ പുറത്ത് പോകണം. കാരണം എന്താ, ഇവിടെ ഓപ്പർച്യൂണിറ്റി ഇല്ല, ഇവിടെ യാതൊരു വഴിയില്ല. അപ്പോൾ ഓപ്പർച്യൂണിറ്റി ഉള്ള അമേരിക്കയിലേക്കോ യൂറോപ്പിലേക്കോ വേറൊരുക്കിലേക്കോ പോവുകയാണ്. ഇന്നിപ്പോ റിവേഴ്സ് ആയി വരിക. ഓപ്പർച്യൂണിറ്റി ഉള്ളത് ഇവിടെയാണ്, ജനങ്ങളുള്ളത് ഇവിടെയാണ്, മാർക്കറ്റ് ഉള്ളത് ഇവിടെയാണ്. യൂറോപ്പും അമേരിക്കയും ഒക്കെ ഭാരതത്തിലേക്ക്, ഇന്ത്യയിലേക്ക് നോക്കുകയാണ്. ഇങ്ങനെയുള്ള ജനങ്ങൾ കൂടുതലുള്ള, യുവാക്കൾ കൂടുതലുള്ള സ്ഥലത്തേക്ക് നോക്കുകയാണ്. ഒരു യാഥാർത്ഥ്യമുണ്ട്, യുവാക്കൾ യുവരക്തം ഉണ്ടായാലേ ജീവിതമുള്ളൂ, ആ രാജ്യം സജീവമാവുള്ളൂ, അവിടെ സമ്പത്തുള്ളൂ, ഇവിടെ എന്ത് റിസോഴ്സസ് മണ്ണിന്റെ അടിയിൽ കിടന്നിട്ടും കാര്യമില്ല. അവിടെ അത് പുറത്തെടുത്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ യുവജനങ്ങൾ ആയുസ്സുള്ളവരില്ല എന്നുണ്ടെങ്കിൽ എന്താ സ്ഥിതി? അപ്പോൾ നമ്മുടെ സമ്പത്ത്, ഇവിടുത്തെ യുവശക്തി, അതുപോലെ തന്നെ നമ്മുടെ ജനസമ്പത്ത് വളരെ വലുതാണ്. അപ്പൊ നമ്മുടെ രാജ്യത്തേക്കാണ് ഇന്നിപ്പോ വികസിത രാജ്യങ്ങൾ പോലും നോക്കുന്നത്. നെക്സ്റ്റ് ഓപ്പർച്യൂണിറ്റി, നെക്സ്റ്റ് അവരുടെ ഊഴമാണ്. ഇനി നമ്മുടെ അവസരമാണ് വരാൻ പോകുന്നത്. അപ്പോ അത് തുടങ്ങിക്കഴിഞ്ഞു. ഞാൻ പറഞ്ഞില്ലേ, വിദ്യാർത്ഥികളുടെ സംരംഭത്തിന്റെ സ്റ്റാർട്ടപ്പിന്റെ ടേൺ ഓവർ എന്ന് പറയുമ്പോൾ അങ്ങനെ ഒരു സംഗതി തുടങ്ങിക്കഴിഞ്ഞു. അപ്പൊ തീർച്ചയായും ഇതിലേക്കൊക്കെ കൊണ്ടുവന്നത് വലിയ വലിയ പരിഷ്കർത്താക്കളുടെ ആഴത്തിലുള്ള ദീർഘദൃഷ്ടി, CH-ന്റെ ഒക്കെ ദീർഘദൃഷ്ടി പറയണം. CH-ന്റെ പ്രസംഗങ്ങൾ വാസ്തവത്തിൽ കേരളത്തിന്റെ ദിഗന്ധങ്ങളിൽ ഇന്നും മുഴങ്ങുന്നുണ്ട്. ഒരക്ഷരം അദ്ദേഹം സമൂഹത്തെ പരിഷ്കരിക്കാനല്ലാതെ പറഞ്ഞിട്ടില്ല. ഇവിടെ വരുമ്പോ എല്ലാ സമുദായങ്ങളെയും ഉൾക്കൊള്ളുന്ന അനവധി പ്രയോഗങ്ങൾ, കുറിയും ചന്ദ്രകുറിയും കുരിശും, അതുപോലെ തന്നെ നിസ്കാര തഴമ്പും. നിസ്കരിക്കുമ്പോൾ ഇവിടെ ഒരു അടയാളം ഉണ്ടാവും, ഒരു ഹെഡ്ലൈറ്റ് ഇവിടെ അങ്ങനെ അടയാളപ്പെടും, നിസ്കാരമായി നിരന്തരമായി. അതൊക്കെ അത് വെച്ചുകൊണ്ട് അദ്ദേഹം അത് സരസമായി സമൂഹത്തിൽ അവതരിപ്പിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു സാമുദായിക സൗഹാർദ്ദം. സ്വന്തം സമുദായത്തെ സംഘടിപ്പിച്ചത് ഞാൻ പറഞ്ഞില്ലേ, സ്വന്തം സമുദായത്തെയും അതുപോലെ ചില ആവശ്യ പിന്നോക്ക ജനവിഭാഗങ്ങൾ അദ്ദേഹം സംഘടിപ്പിച്ച് അവരെ നന്നാക്കി പൊതുസമൂഹത്തിൽ കൊണ്ടുപോയി നിർത്താനാണ്. നേരെ മറിച്ച് വേറെ ചിലർ സംഘടിപ്പിക്കുന്നത് എന്താ, അവരെ പിടിച്ചു വലിച്ച് അവരെ താഴെയിട്ട് പല തീവ്രവാദത്തിലേക്കോ അല്ലെങ്കിൽ വഴിയോ കൊണ്ടുപോയി വഴി തെറ്റിക്കാൻ നോക്കുകയാണ്. ഒരുപാട് ആളുകൾ സമൂഹത്തെ വഴി തെറ്റിക്കാൻ നോക്കുന്നു, ഒരുപാട് ആളുകൾ സമൂഹത്തെ നേർവഴിക്ക് നയിക്കാൻ നോക്കുന്നു. നേർവഴിക്ക് നയിക്കാൻ നോക്കിയ നേതാവായിരുന്നു CH മുഹമ്മദ് റിയാസ് സാഹിബ്. അങ്ങനെയുള്ള നേതാക്കന്മാരുടെ സംഭാവനകൾ, അതിന്റെ ഗുണഫലം ഇന്ന് കേരളം അനുഭവിക്കുന്നു. ഞാൻ പറഞ്ഞു, ശ്രീനാരായണ ഗുരുവും അതുപോലെ തന്നെ ശ്രീ പത്മനാഭൻ, അങ്ങനെ അനവധി നേതാക്കൾ, ക്രിസ്ത്യൻ മിഷണറിമാർ, അങ്ങനെയുള്ള അനവധി മിഷണറിമാർ, അവരുടെ സംഭാവന നമുക്ക് കാണാതിരിക്കാൻ പറ്റുമോ? ആതുര ശുശ്രൂഷ രംഗത്തും അതുപോലെ തന്നെ വിദ്യാഭ്യാസ രംഗത്തും ഒക്കെ അവരുടെ സ്ഥാപനത്തിന്റെ അവരുടെ പ്രവർത്തനങ്ങളുടെ അവിടെയൊക്കെ പഠിച്ചിട്ടും അതുപോലെ തന്നെ അവരുടെ പ്രവർത്തനങ്ങളുമായി അതിന്റെ ഗുണം കേരളത്തിലെ മൊത്തം ജനങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള റിസർച്ച് ഇവിടെ ഡോക്ടർ ഷിരാസ് കൂർ ഇവിടെ പറഞ്ഞു. ഈ ചെയറിന്റെ ഉദ്ദേശം അതാണ്. അപ്പൊ അതൊക്കെ നമ്മൾ പഠിക്കണം. എപ്പോഴും നമ്മുടെ പൈതൃകത്തിലാണ് നമ്മൾ അഭിമാനം കൊള്ളുന്നത്. നമ്മുടെ പൈതൃകം എന്ന് പറയുമ്പോൾ അത് നമ്മൾ കണ്ടുപിടിക്കണം, പഠിക്കണം, പുതിയ തലമുറ പഠിക്കണം. അപ്പൊ ഞാൻ കൂടുതൽ സമയമെടുക്കണില്ല. ഡോക്ടർ ബാബു ഇപ്പോൾ ഇവിടെ വന്നിട്ടുണ്ട്. അദ്ദേഹം ഇതിനായിട്ട് വന്നാൽ, ഞാൻ ചോദിച്ചു ഇതിനായിട്ട് വന്നതാ? ഓ പിന്നെ അല്ലാതെ, ഞാൻ ഇതിനായിട്ട് വന്നതാണ്. അവിടെ വന്ന് സഹോദരന്റെ വീട്ടിൽ നിന്ന് ഊണ് കഴിച്ചു, പിന്നെ ഒരു പച്ചക്കുപ്പായ ഇട്ടു, പിന്നെ നേരെ ഇങ്ങോട്ട് പോന്നു എന്നാണ്. സമയം കളഞ്ഞിട്ടില്ല. അപ്പോ
അത്ര സർഗാത്മകമായി എപ്പോഴും കാര്യങ്ങൾ പറയുന്ന ആളാണ്. അദ്ദേഹത്തെ കേൾക്കാൻ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞത് MG യൂണിവേഴ്സിറ്റി ചെയ്തിരിക്കുന്ന ഈ കാര്യം ഒരു മഹത്തായ കാര്യമാണ്. ഞാൻ ഇതുമായി ബന്ധപ്പെട്ട സിദ്ധികരണങ്ങളെയും അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റി അധികൃതരെയും അങ്ങേയറ്റം അഭിനന്ദിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഈ സന്ദർഭത്തിൽ എല്ലാ മഹാൻ വ്യക്തികളുടെ പേരിലും ഇതുപോലുള്ള ചെയറും ബാക്കിയുള്ള കാര്യങ്ങളും ഉണ്ടാവണം, റിസർച്ച് ഉണ്ടാവണം, പുതുതലമുറ പഠിക്കണം. ഞാൻ പറഞ്ഞല്ലോ, ആധുനിക ശാസ്ത്ര സഹായത്തോടു കൂടി വലിയൊരു വിസ്ഫോടനം നടക്കുക. പണ്ട് ഒരു കണ്ടുപിടുത്തം ഒരു 100 കൊല്ലം കൊണ്ടേ സാധിക്കുള്ളൂവെങ്കിൽ ഇപ്പോൾ മണിക്കൂർ വെച്ച് സാധിക്കും. കാരണം അത്രയും വലിയ ടെക്നോളജി ഡെവലപ്മെന്റ് ഉണ്ടായിട്ടുണ്ട്. മാറ്റം അനുദിനം നടന്നുകൊണ്ടിരിക്കുക. വേഗം 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 സ്പീഡിൽ അവർ പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ എവിടെ നിന്ന് വന്നു, എങ്ങനെ വന്നു, എന്താ ഇതിന്റെ കാരണം, എന്താ നമ്മുടെ ഹിസ്റ്ററി എന്നൊക്കെ എല്ലാവരും അറിഞ്ഞിരിക്കണം. അതിന് ഈ ചെയർ ഉപകരിക്കട്ടെ എന്ന ആശംസയോടുകൂടി ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയും ചെയറിന്റെ ഔപചാരികമായ ലോഞ്ചിങ് നടത്തിയതായി പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു. എല്ലാവർക്കും നന്ദി.